വട്ടച്ചാളനെ കിട്ടിയത് കൊണ്ടിട്ട് എനിക്ക് കറി വെക്കാൻ വേണ്ടി തോന്നിയില്ല കേട്ടോ. കാരണം ഇത് കറി വെച്ചാൽ വലിയ ഓട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ കരുതി വറുത്തിട്ട് വിനാഗിരിടാന്ന്. കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ അതിൻ്റെ മുള്ളും ചിറകും ഒക്കെ അങ്ങോട്ട് വെട്ടിയ ശേഷം ചട്ടിക്കകത്തോട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് തേച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദേ ചാളനെയൊക്കെ എല്ലാം വെട്ടി തേച്ച് കഴുകിയെടുത്ത് നീളത്തിൽ അങ്ങോട്ട് വരഞ്ഞു കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അരപ്പൊക്കെ പൊത്തി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ദേ വറക്കാൻ വേണ്ടി അടുപ്പത്തോട്ടിട്ടേ. ഞാനിച്ചിരി തീ കൂട്ടി വെച്ച് കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ദേ വറുത്ത് പോയി ചാളനെയൊക്കെ മാറ്റിയ ശേഷം ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ചു. 2 വലിയ സവോള എടുത്തിട്ട് കുനു കുനു കുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, ഞാൻ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു അല്പം ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. എന്നിട്ട് അതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ച് മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചാളനെയും കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് ദേ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോരുത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചേക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ചാള വറുത്ത് വിഞ്ഞാനിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഒരു ഒഴിച്ചുകറി പോലും വേണ്ട, ഇത് തന്നെ ധാരാളം. അങ്ങനെ ദേ പ്ലേറ്റിനകത്തോട്ട് ചോറും ഇത്തിരി ചാള വറുത്തതും ഒക്കെ ഇട്ടിട്ട് ദേ കഴിക്കാൻ വേണ്ടി പോണേണേ. പ്ലേറ്റ് കാലിയാണ്, വഴി അറിയൂല കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ.